ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേയർടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതില്ലേ ഒരു കെണിയാണ്. അതായത് നമ്മൾക്ക് കൊക്ക്, കൊളക്കോഴി അതുപോലത്തെ മീൻ തിന്നണ പക്ഷികളില്ലേ അതിനെ പിടിക്കാൻ പോണ ഒരു വീഡിയോ ആണ്. അതായത് അതിനെ പിടിക്കുന്നൊരു കെണിയാണെന്ന് കാണിക്കാൻ പോണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പം നമുക്ക് ഈ കെണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മടലിന്റെ പീസ് വേണം. ചെറിയ പീസ് മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് നൂലാണ്. അപ്പം ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് സിൽക്ക് നൂലാണ്. ഇനി നമുക്ക് മടലുമെന്ന് വെട്ടിയ ഒരു ചെറിയ 3 പീസുകൾ വേണം. അതിൽ 2 പീസുകൾ ഒരേ സൈസിലും ഒരെണ്ണം കുറച്ച് വലുതായിട്ടുള്ളതാണ് വേണ്ടത്. ഇനി അപ്പം നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ആണികളാണ്. ഇനി നമുക്കൊരു ചെറിയ കൊടക്കമ്പിയും കൂടെ വേണം. ലാസ്റ്റായിട്ട് നമുക്കൊരു കാലംകൊടയുടെ കമ്പിയാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മുടെ വർക്കിലോട്ട് വരികയാണ്. അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത കുടക്കമ്പി കയറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ കമ്പി കയറ്റിയിട്ടുണ്ട്, കുടക്കമ്പി കയറ്റിയിട്ടുണ്ട് ഇതിനുള്ളിൽ കൂടെ. ഇനി നമ്മൾ ഇവിടെ 2 ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ താഴെയുള്ള ഹോളിലൂടെ നൂല് കെട്ടി കൊടുക്കുകയാണ്. ഇത് കെട്ടി കൊടുക്കണ നമ്മുടെ കമ്പി ഇളകാതിരിക്കാനാണ്. നമ്മളിനി ഇത് നമ്മുടെ നൂല് വെച്ചിട്ട് ടൈറ്റിന് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. അപ്പോൾ താഴെ ഒരു ഹോൾ ഉണ്ടാവും നമ്മുടെ കുടക്കമ്പിയുടെ, അതിൽ കൂടെയാണ് നമ്മൾ നൂല് കെട്ടിയിട്ട് ടൈറ്റായി കെട്ടി കൊടുത്തുള്ളത്. നമ്മളപ്പോൾ എടുത്തേക്കണം കൊടക്കമ്പി നമ്മുടെ മടലിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വളച്ച് വെക്കണം. നമ്മളപ്പോൾ ആ കൊടക്കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കൂടെ. ഇനി നമ്മൾ നേരത്തെ എടുത്താർന്ന മടലിന്റെ 3 പീസ് ഇടില്ലേ, അതിലൊരു പീസ് എടുത്തിട്ട് മടലിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കുക ആണി വെച്ചിട്ട്. അപ്പം നമ്മൾ അവിടെ ആണി അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പീസില്ലേ ഒരേ സൈസിലുള്ള ആ പീസ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു റാ ഷേപ്പിലോട്ട് ഈ വടി എത്തുന്ന രീതിയിൽ നമ്മളെ ആണി അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി 4 ആണി എടുത്തിട്ടില്ലേ നമ്മുടെ ഈ വെട്ടി വെച്ച മടൽ പീസുകളില്ലേ, ആ മടൽ പീസിന്റെ 4 അറ്റത്തും ആണി അടിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് നമ്മുടെ ആണി സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 4 മടലിൻ്റെ 4 അറ്റത്തും ആണി ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആണി ഇതുപോലെ നമ്മുടെ മടലിൻ്റെ 4 സൈഡിലായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് ചെയ്യണത് നമ്മുടെ ആ വലിയ കമ്പിയുടെ അറ്റത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടെ നമ്മുടെ സിൽക്ക് നൂല് കയറ്റി കൊടുക്കണം. ഞാൻ നൂല് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാട്ടാ. ഇനി മടലിന്റെ ഈ കഷ്ണത്തിൽ നിന്ന് ചെറിയ പീസ്, ഇതുപോലത്തെ ചെറിയ പീസ് എടുക്കുക. നമ്മളെ കൊടക്കമ്പിയുടെ ഈ ഒരറ്റത്തായിട്ട് നമ്മൾ നൂല് കെട്ടിയിരുന്നു. ആ നൂലിനി നമുക്ക് ഇതുപോലെ വലിച്ചിട്ട്
നേരത്തെ കാട്ടിയ ചെറിയൊരു പീസിലോട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ, ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇനി നമ്മ നേരത്തെ വളച്ചു ചേർന്ന കൊടക്കമ്പിയില്ലേ, ആ കൊടക്കമ്പിയിലോട്ട് നമ്മ നേരത്തെ എടുത്ത ആ ചെറിയ മടലിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പച്ചയുരുക്കിൽ എടുക്കുക. ഇത് നമുക്ക് റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ നൂലിൻ്റെ അറ്റത്തായിട്ട് കെട്ടിക്കൊടുക്കും. ഇതുപോലത്തെ ഒരു റിങ്ങാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ കൊടക്കമ്പിന്ന് കെട്ടിയാർന്ന ബാക്കി നൂലില്ല, ബാക്കി നൂലെടുത്തിട്ട് നമ്മുടെ ഈ റിങ്ങുമൊക്കെ കെട്ടിക്കൊടുക്കുക. ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നേരത്തെ എടുത്ത നൂല് കടത്തിയിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആണികളിൽ അതിനുള്ളിൽ കൂടെ വീഡിയോ കാണുന്ന പോലെ ആ നൂല് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കെണിയുടെ വർക്ക് ഫുള്ളായിട്ടുണ്ട്. ഇപ്പം കെണിയിൽ കുടുങ്ങുന്നത് കാണിച്ചു തരാം. ഇതുപോലെയാണ് കൊക്കായാലും കൊളക്കോഴിയായാലും വന്നിട്ട് കുടുങ്ങുക. അവർ ഇവിടെ നമ്മൾ മീൻ വെച്ച് കൊടുക്കും. ഈ മീൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മീൻ കൊത്താൻ വേണ്ടി അവർ കൊത്തുമ്പത്തിനും നമ്മുടെ ഇത് താഴോട്ട് പോവുകയും ഇവിടെയുള്ള ലോക്ക് അഴിയുകയും അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കൊക്കിൻ്റെ ആയാലും കൊളക്കോയുടെ ആയാലും കഴുത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും കൂടെ കാണിച്ചു തരാട്ടെ ഇതെങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നും ഈ നടക്കുന്ന പ്രോസസ്സും കാണിച്ചു തരാം. നമ്മുടെ കൊടക്കമ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നൂല് കെട്ടിക്കൊടുക്കുന്നത്. നമ്മൾ കെട്ടിക്കൊടുത്ത നൂലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ചെറിയൊരു മടലും കഷ്ണം എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. അതായത് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വളച്ചു വെച്ചാർന്ന ഷേപ്പില്ല, അതായത് നമ്മൾ കൊടക്കമ്പി വെച്ചിട്ട് ആ ഒരു കൊടക്കമ്പിയുടെ ആ ഭാഗത്ത് നമ്മുടെ നൂല് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ മടലിൻ്റെ ചെറിയ പീസ് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിന് ഉള്ളിലോട്ട് നമ്മൾ കെട്ടി വെച്ചായിരുന്ന ഒരു മടലിൻ്റെ ചെറിയ പീസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മറ്റേ മടലെടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തായിരുന്ന റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വള്ളി കടത്തി കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ കടത്തി കൊടുക്കുക. ഇതുപോലെ വള്ളി കടത്തിയിട്ട് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്ന ആണികളില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മീനെ വെച്ചു കൊടുക്കേണ്ടത്. അപ്പം മീൻ കാണുമ്പോൾ കൊക്ക എന്തായാലും വരും, കൊക്കല്ലെങ്കിൽ കൊളക്കോഴി വരും. എന്നിട്ട് കൊളക്കോഴി വന്നിട്ട് കൊക്കായാലും കൊളക്കോഴി വന്നിട്ട് അവർ കൊത്തണ വഴിക്ക് ഇതുപോലെ കുടുങ്ങും, അവരെ കഴുത്തിലൂടെ കുടുങ്ങും. ഇതാണ് ഇവിടെ നടക്കണ പ്രോസസ്സ്. ഇപ്പോൾ കാണിച്ചു തന്നൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.